സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഉള്ളിലെപ്പോഴും ഒരു വിങ്ങൽ തോന്നിയിട്ടുണ്ടോ CPM വിട്ട് പോരേണ്ടി വന്നത്? CPM വിട്ടുപോരേണ്ടി വന്നത് അത്ര സന്തോഷകരമായ ഒരു കാര്യമൊന്നുമല്ല. ഐ വാണ്ട് ടു ടേക്ക് ദിസ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ടു കോൺഫിഡൻസ് ടു ക്രഷ് ദ ആൻറ്റി പാർട്ടി ആക്ടിവിറ്റീസ് ഇൻ കേരള. അവിടെയാണ് EMS സ്റ്റാലിനാവുന്നത്, EMS കൊമ്പമീശയൊക്കെ വയ്ക്കുന്നത്. ഇപ്പം ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. സംഘടനാപരമായിട്ട് യാതൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. അന്നേരം ബദൽ രേഖയുടെ ശില്പി ആരാണ് യഥാർത്ഥത്തിൽ? നായനാർ. ലീഗുമായിട്ട് കൂട്ടുകൂടിയാൽ അധികാരം ഉറപ്പിക്കാം എന്നുള്ള അല്ല ആദർശം ഉണ്ടോ അവിടെ? അധികാരം തന്നെയാണ് ആദർശം. പിണറായി വിജയന്റെ സമീപനം എന്തായിരുന്നു CMPയോട്? MVRന് എതിര് തന്നെയായിരുന്നു, ഈ രാഷ്ട്രീയ നയത്തിനും എതിരായിരുന്നു. പക്ഷെ MV ഗോവിന്ദൻ അങ്ങനെയല്ല, ഈ രാഷ്ട്രീയ നയത്തിൻ്റെയും MVRൻ്റെയും കൂടെ ആയിരുന്നു. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്നതിന് ഇവിടുത്തെ ചാപ്പയൊന്നും ഞങ്ങൾക്ക് വേണ്ട. UDFിൻ്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളും CMP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ CP ജോണാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ CP ജോൺ. ഇപ്പോൾ സുരേഷ് കുറുപ്പ് ഇക്കഴിഞ്ഞ കോട്ടയം ജില്ലാ സമ്മേളനത്തോടെ പാർട്ടിയുടെ പ്രധാന ഘടകങ്ങളിൽ നിന്നെല്ലാം പിന്മാറി സ്വമേധയെ ആവശ്യപ്പെട്ട അനുസരിച്ച്. സുരേഷ് കുറുപ്പിനെ പോലൊരു നേതാവ് ഒരിക്കലും CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നതുമില്ല. ഇപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞിരിക്കുകയാണ്. പ്രായപരിധിയില്ല, 68 വയസ്സേ ആയിട്ടുള്ളൂ. എന്തുകൊണ്ടായിരിക്കും? സുരേഷ് കുറുപ്പിൻ്റെ പ്രശ്നം CPM എന്ന പാർട്ടിയുടെ ഒരു സംഘടനയ്ക്കകത്തുള്ള പ്രശ്നമായതുകൊണ്ട് എനിക്കതിൽ എല്ലാ കാര്യങ്ങളും പറയുന്നതിന് പരിമിതിയുണ്ട്. കാരണം സുരേഷ് കുറുപ്പിൻ്റെ ഇൻ്റർവ്യൂ, രാജേഷ് നടത്തിയ ഇൻ്റർവ്യൂ ഞാൻ കേട്ടു, പൂർണ്ണമായിട്ട് കേട്ടു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇപ്പോഴും CPMൻ്റെ രാഷ്ട്രീയ നയങ്ങളോട് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൗർഭാഗ്യവശാൽ. അപ്പോൾ അങ്ങനെ CPMൻ്റെ രാഷ്ട്രീയ നയങ്ങളോട് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരാളെ CPMന് പുറത്ത് നിർത്തിയിട്ട് ഞാൻ സംസാരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയമായിട്ട് CPMുമായി ഇന്ന കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സംവരണത്തിൽ 103-ാം ഭരണഘടനാ ഭേദഗതിയുടെ കാര്യത്തിൽ എനിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനുണ്ട്. XY എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ പറയുകയാണെങ്കിൽ അതിനോട് പ്രതികരിക്കാൻ കഴിയും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സംഘടനാപരമായി എന്നോട് ചെയ്തത് ശരിയല്ല. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സുരേഷ് കുറുപ്പിനോട് അങ്ങനെ ഒരു നീതി സംഘടനയ്ക്കകത്ത്, തിരഞ്ഞെടുപ്പ് രംഗത്തല്ല, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എന്നേ എടുക്കാമായിരുന്നു, ക്യാബിനറ്റിലേക്ക് എടുക്കാമായിരുന്നു. സംഘടനാ കാര്യങ്ങളാണ്, ഞാനതിനോട് കാര്യമാണ്, അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ്, ഞാനതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പൊതുസമൂഹത്തിൽ എന്തിനു മാറ്റി നിർത്തി? ഇപ്പോൾ രവീന്ദ്രനാഥ് എന്നൊണ്ടൊരു മന്ത്രിയെ ആക്കി, വിദ്യാഭ്യാസ മന്ത്രി, എൻ്റെ ക്ലാസ്സിലാണ് പഠിച്ചത്, AVP കാരനായിരുന്നു, അനുഭാവിയായിരുന്നു. ശരി. ഞാൻ ഫിസിക്സും അദ്ദേഹം കെമിസ്ട്രിയും. 74-77 കെമിസ്ട്രി BSc ബാച്ച്, ഞാൻ ഫിസിക്സ് BSc ബാച്ച്. അവിടെ അറിയുന്നൊരു കാര്യമാണ്. കുറുപ്പ് ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞു, കുറുപ്പിനെ മേൽഘടകങ്ങളിലേക്ക് കുറുപ്പിനെ എടുക്കാത്തതിൻ്റെ പിന്നിൽ അദൃശ്യകരങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചതിന് അദൃശ്യകരങ്ങൾ ഉണ്ടാകാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ളൊരു അദൃശ്യകരങ്ങളെ താങ്കൾക്ക് വല്ലതും അറിയാം? എനിക്കറിയാം. അത് ഒന്നാമത് ഞാൻ അവരുടെ സംഘടനാ കാര്യത്തിൽ ഇടപെടാനില്ല. കാരണം ഒരാൾ രാഷ്ട്രീയമായിട്ടും സംഘടനാപരമായിട്ടും വ്യക്തിപരമായിട്ടാണ് പാർട്ടിയിൽ നിൽക്കുന്നതും പോകുന്നതും. അദ്ദേഹം CPM വിട്ട് പുറത്ത് വരണമെന്നാണോ താങ്കളുടെ അഭിപ്രായം? എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നാണല്ലോ എൻ്റെ അഭിപ്രായം. പക്ഷേ ആരും വരുന്നില്ലല്ലോ, അതല്ല എൻ്റെ പ്രശ്നം. പക്ഷേ ആത്മമിത്രമായിട്ടും CMP രൂപീകരിച്ചപ്പോൾ എന്തുകൊണ്ട് കുറുപ്പ് ഒപ്പം വന്നില്ല? കുറുപ്പിനെ സത്യം പറഞ്ഞാൽ MVR ആരെയും പോയി ക്ഷണിച്ചൊന്നുമില്ല, ഒരാളെയും ക്ഷണിച്ചില്ല, അതാണ് സത്യം. പക്ഷെ കുറുപ്പ് വരണമെന്നുണ്ടായിരുന്നു. കുറുപ്പിന് ആഗ്രഹം ഉണ്ടായിരുന്നു? അല്ല, MVRന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എന്നോട് പറ എന്ന് ആരെക്കുറിച്ചെങ്കിലും പറഞ്ഞെങ്കിൽ കുറുപ്പിനോടാണ് എന്നോട് പറഞ്ഞത്. വേറെ പലരോടും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അന്ന് കുറുപ്പെടുത്തൊരു നിലപാട് എന്ന് പറഞ്ഞ് ഞാൻ CPMൻ്റെ ഏക MP ആണ്. 84 ഒരൊറ്റ MP ഉള്ളൂ കേരളത്തിലല്ല, ബംഗാളും ത്രിപുരയും കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരൊറ്റ CPM MP ഉള്ളൂ. തമ്പാൻ തോമസും ഉണ്ണികൃഷ്ണനും കേരളത്തിൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നത് ശരിയല്ല എന്ന നിലപാടാണ്. പക്ഷേ എന്നോടായാലും MVRനോടായാലും PV കുഞ്ഞിക്കണ്ണനോടായാലും ഒക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തി. അവരൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. സംഘടനാപരമായിട്ട് യാതൊരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടില്ല. അത് വെറുതെ പറയുന്നതാണ്. കുറുപ്പിന് സംഘടനാപരമായിട്ട് CMPയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഒരു ചാഞ്ചല്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, എന്നോട് ആവർത്തിച്ച് CPMൽ
നിൽക്കണമെന്ന് പറഞ്ഞു എന്ന് പറയാൻ ആരും ചുമതലപ്പെടുത്താതെ തന്നെ വന്നത് കുറിപ്പാണ്. ഈ താങ്കളെ CPM പിടിച്ചു നിർത്താൻ അന്ന് മുതിർന്ന നേതാക്കൾ ആരും ശ്രമിച്ചില്ലേ? ശ്രമിച്ചിരുന്നു. EMS VS ഒക്കെ ഉള്ള കാലം. VS പാർട്ടി സെക്രട്ടറിയാണെന്ന്. പാർട്ടി സെക്രട്ടറിയാണ്. അന്ന് ഞാൻ താമസിക്കുന്നത് നമ്മുടെ എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ ക്വാർട്ടേഴ്സിലാണ്, ഇവിടെ നമ്മുടെ നേതാജി നഗറിലെ, അതായത് ലോ കോളേജ് ജംഗ്ഷനിൽ. അന്ന് വിജയകുമാറാണ് അതിന് വേണ്ടിയിട്ട്, എം വിജയകുമാർ, ഞങ്ങളുടെയൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണല്ലോ അന്നും ഇന്നും. അപ്പോൾ അദ്ദേഹം വന്നു, ഒരിക്കലും നീ പോകരുത്, VS കാണണമെന്ന് പറയുന്നു എന്നെന്നോട് പറഞ്ഞു. കണ്ടോ VSന്? ഇല്ല. ഉണ്ടല്ലോ. EMSുമായിട്ട് അകൽച്ച ഉണ്ടായിരുന്നു. EMS ആണല്ലോ അന്ന് പാർട്ടിയുടെ പ്രധാന നേതാവ്. എനിക്കോ? ഒന്നാമത് EMSനോട് അകൽച്ച ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് മാത്രം EMSനോട് അടുക്കാൻ അദ്ദേഹം ആരെങ്കിലും സമ്മതിക്കുമോ? ഇല്ലല്ലോ. പക്ഷേ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ EMSൻ്റെ കുടുംബമായിട്ട് അടുപ്പം മാത്രമാണ്, ഇപ്പോഴുമാണ്. എൻ്റെ കുടുംബത്തിന് ഏറ്റവും അടുപ്പമുള്ള ഒരു കുടുംബം ഇപ്പോഴും മാലതി അടുത്തിയുടെയും രാധചേച്ചിയുടെയും ഒക്കെ കുടുംബം തന്നെയാണ്. മറ്റൊരു രണ്ടാളും മരിച്ചുപോയി. ഇപ്പോൾ പാർട്ടി മക്കളും മരിച്ചുപോയില്ലേ? പാർട്ടി ലീഗുമായിട്ടൊക്കെ സഹകരിക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തിക്കുന്നതിന് മുമ്പ് SFI സെക്രട്ടറി എന്നുള്ള നിലയിൽ MSFുമായി ധാരണ ഉണ്ടാക്കിയ SFI സെക്രട്ടറിയാണ് താങ്കൾ. ആര് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു സഖ്യത്തിന് പോയത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ് ഇത്. ഞാൻ EMS ആയിട്ട് കണക്ട് ചെയ്തിട്ടൊന്ന് പറയാം. ഒരു ഘട്ടത്തിൽ 81-ലാണോ 82-ലാണോ സംശയമുണ്ട് എനിക്ക്. 2 MSFുമായിട്ടും അന്ന് അഖിലേന്ത്യാ ലീഗുണ്ട്, 2 കേരള കോൺഗ്രസ് ആയിട്ടും ഞങ്ങൾ സഖ്യം ഉണ്ടാക്കി. ഞാനൊരാളെന്നുള്ള നിലയ്ക്കല്ല കേട്ടോ, ഞാനാണല്ലോ അതിൻ്റെ ഒരു മെയിനായിട്ടാണ്. അവർ മറന്നുകൂടാൻ പാടില്ലാത്ത പേര് P. ശശിയുടെയാണ്. P. ശശിയാണ് സെക്രട്ടറി. എന്നെ ഇൻട്രസ്റ്റ് ചെയ്യും പല കാര്യങ്ങൾക്കും. സെക്രട്ടറി അന്ന് കമാൻഡിങ് പവർ ശശിയാണ്. അപ്പോൾ ശശി ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സുരേഷ് കുറുപ്പും ഞാനും എന്ന പോലെ തന്നെ അടുപ്പം എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒരാൾ തന്നെയാണ്. രണ്ടാൾക്കും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. അത് ആദ്യത്തെ ഘട്ടത്തിൽ. ആ ഘട്ടത്തിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാവരുമായിട്ട് ഐക്യം ഉണ്ടായി. അപ്പോൾ ഞാനന്ന് AKG സെൻറ്ററിൽ ഇങ്ങനെ ബൈ ചാൻസ് നിൽക്കുകയാണ്. EMS ആരോടും അങ്ങനെ അടുത്ത് സംസാരിക്കുമൊന്നും ഇല്ല എന്നറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം ഇറങ്ങി പോകുമ്പോൾ എല്ലാവരെയും കാണും, കണ്ടതായിട്ട് ഉറപ്പ്, ഐ കോണ്ടാക്റ്റ് ഉണ്ടാക്കും. സുഖല്ലേന്നോ അല്ല എന്തെങ്കിലും ഒരു പ്ലസൻട്രി ചോദിക്കും. കൂടുതലൊന്നും അങ്ങോട്ട് ചോദിക്കരുത്, യാതൊരു ധാർഷ്ട്യമോ അങ്ങനെ ഒന്നും, വളരെ 100%. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമയം വളരെ കൃത്യമായിട്ട് പകുത്തു വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് അധികം ആർക്കും കൊടുക്കില്ല. അപ്പം എന്നോട് ചോദിച്ച് ഈ 2 കേരള കോൺഗ്രസും 2 ലീഗും MSFും എങ്ങനെ ഇതിൽ വന്നു? അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അഖിലേന്ത്യാ ലീഗിനെ ഒഴിവാക്കണം എന്നുള്ള, ഷണ്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ അകത്തളങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതെങ്ങനെ നടന്നു? അതൊക്കെ ഒരു ഇതിൽ ഒപ്പിച്ചു. അപ്പം അതിൻ്റെ തുടക്കം സത്യത്തിൽ AK ബാലനാണ്. AK ബാലനായിരുന്നല്ലോ ഈ SFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്രട്ടറി. പൈസക്ക് കുറച്ച് ആൾ പ്രസിഡൻ്റായിരുന്നു ബാലൻ്റെ കൂടെ. അപ്പോൾ പിന്നെ ബേബി അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് പോയി 78 സമയത്ത്. കോടിയേരി അവിടുന്ന് പിന്നെ വിട്ടല്ലോ, പാർട്ടിയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ AK ബാലനാണ് ഇതിൻ്റെ ഒരു ചാമ്പ്യൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ്. ഇപ്പോഴും എന്നെ ഭയങ്കര നിയന്ത്രണം അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ AK ബാലനാണ് ആദ്യമായിട്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ശിങ്കടിയായിട്ട് പോയിട്ടുണ്ട്. മലപ്പുറത്ത് പോയിട്ട് MSF SFI അലയൻസ് ഉണ്ടാക്കണം. അപ്പോൾ അതിൽ ബാലൻ്റെ ന്യായം എന്താണെന്ന് പറഞ്ഞാൽ, ഈ MSF SFI ആയിട്ട് അലയൻസ് ഉണ്ടാക്കിയാൽ നമ്മൾ അടിക്കുന്ന നോട്ടീസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അന്ന് കട്ട പിടിച്ച് നിൽക്കുകയാണ് അവിടുത്തെ രാഷ്ട്രീയം. അതൊക്കെ അവരുടെ വീട്ടിലെത്തുമല്ലോ. അത് മൂപ്പരതൊക്കെ പറയുന്നതൊക്കെ വളരെ സരസമായിട്ടാണ് പറയുക ഇന്നത്തെക്കാളും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് അതിന് വളരാൻ കഴിയും എന്നൊക്കെയുള്ള മൂപ്പരുടെ. അപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എന്നെയാണ് പലപ്പോഴും ചുമതലപ്പെടുത്തുക. സാറേ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MSF ചെയർമാനും SFI വൈസ് ചെയർമാനും വന്നില്ലേ? സെക്രട്ടറിയാണ്. ഒരു തവണ മറ്റേ കുറുപ്പിൻ്റെ ഭാര്യ അവിടെ ഇവിടെ സുരേഷ് കുറുപ്പിൻ്റെ സെക്രട്ടറിയാണ് സുപ്രീം കോടതി ജഡ്ജായത് കുര്യൻ ജോസഫ്. സുരേഷ് കുറുപ്പ് ചെയർമാനും കുര്യൻ ജോസഫ് സെക്രട്ടറിയാണ്. അദ്ദേഹം വിദ്യാർത്ഥിയാണത്. അപ്പം അന്ന് കേരള കോൺഗ്രസും ഒക്കെ KVJ ഭയങ്കര ഫോഴ്സ് അല്ലേ. അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജായി. അതേപോലെ അവിടെ വിദ്യാർത്ഥിയാണത്.
അവിടെ MSF അവിടെ അല്ല, വിദ്യാർത്ഥിയാണ്. അവിടെയും വിദ്യാർത്ഥിയാണ്. അന്ന് KP ബഷീറാണ് ഓ SFIയുടെ ജനറൽ സെക്രട്ടറി. ഞാൻ സിൻഡിക്കേറ്റ് മെമ്പർ. ഇവിടെ തോമസ് അബ്രഹാം സിൻഡിക്കേറ്റ്. അങ്ങനെയാണ് ആദ്യത്തെ, ഞങ്ങൾ 4 പേരാണ് ആദ്യത്തെ ആളുകൾ. അങ്ങനെ വന്നിട്ട് വിദ്യാർത്ഥി ജനത തകർന്നു പോയി, ജനതാ പാർട്ടിയുടെ തകർച്ച. അപ്പോൾ SFIക്ക് ജയിക്കാൻ പറ്റാതായി. അങ്ങനെ വന്നപ്പോഴാണ് MSF ഒക്കെ ആയിട്ടുള്ള അലയൻസ് അനിവാര്യമായി തീർന്നത് ഇവിടെ കേരള കോൺഗ്രസ്. അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ അപ്പോൾ അത് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ താങ്കൾ ചോദിച്ച ചോദ്യം പെർട്ടിനൻ്റാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചെറു രൂപമാണല്ലോ. ഇന്നത്തെ പോലെ ചോദ്യം ചെയ്യപ്പെടാത്തൊരിതില്ല. തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നും തെരഞ്ഞെടുപ്പല്ലേ. അതായത് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ്, പോളിടെക്നിക്ക്, ITI, പിന്നെ സെനറ്റ്, സ്റ്റുഡൻറ്റ് കൗൺസില്, സിൻഡിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10ഓളം തെരഞ്ഞെടുപ്പുണ്ട് ഒരു വർഷം. ഒരു സ്കൂൾ പാർലമെൻറ്റ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഈ മുന്നണി രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടി വന്നൊരു കാലമാണ് 77 മുതൽ 85 വരെയുള്ള കാലം. അല്ല, അന്ന് SFI പയറ്റിയ ആ ഒരു തന്ത്രമാണോ പിന്നീട് ബദൽ രേഖയിലേക്ക് നീണ്ടുപോയി? ലീഗുമായിട്ടൊരു ധാരണയിലേക്ക് പോകണം. ലീഗുമായിട്ടൊക്കെ CPM പണ്ടേ ധാരണ ഉണ്ടാക്കിയത്. വീണ്ടും ഒരു ബദൽ രേഖ എന്ന് പറയുന്ന ലീഗുമായിട്ട് ഇപ്പോൾ MBR പോലും എന്നെ ശാസിച്ചിട്ടുണ്ട്. നീ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിട്ടുണ്ട് MSF ആയിട്ടാണ് കൂടുതൽ അടുപ്പമെന്നാണ് ഉമ്മർ ബാഫയ്ക്ക് പറയുന്നത്. ഇതിൻ്റെ കഥ ഞാൻ കഴിക്കുന്നതൊക്കെ. കാരണം അപ്പോൾ അന്നേരം അങ്ങനെയാണെങ്കിൽ ബദൽ രേഖയിലേക്ക് MBR താങ്കളെ പിടിച്ചിട്ടോ അതോ താങ്കൾ MBRനെ ആദ്യം കുരുക്കിയിട്ടോ? ഇല്ലില്ല, രണ്ടുമല്ല. എനിക്ക് എൻ്റെ ബോധ്യങ്ങളുണ്ട്. ഇപ്പോൾ MBR പറഞ്ഞ പൊളിറ്റിക്സ് VS ആണ് പറഞ്ഞതെങ്കിൽ ഞാൻ ആ ഭാഗത്തേ നോക്കുള്ളൂ. ഞാൻ MBRൻ്റെ കൂടെ പൊളിറ്റിക്കലായിട്ട് നിന്ന ഒരാളാണ്. അങ്ങനെ ഒരു സഖ്യം വേണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. ആയിരുന്നു. പക്ഷേ അത് അധികാരത്തിന് വേണ്ടിയല്ലേ? അന്നേരം ലീഗുമായിട്ട് കൂട്ടുകൂടിയാൽ അധികാരം ഉറപ്പിക്കാം എന്നുള്ള അല്ല ആദർശം ഉണ്ടോ അവിടെ? അധികാരം തന്നെയാണ് ആദർശം. അങ്ങനെയാണ്. ലീഗുമായിട്ടുള്ള അലയൻസാണ് ഭൂപരിഷ്കരണം. അതിൻ്റെ ആൾ MBR ഒന്നുമല്ല, CH കണാരനാണ്. അതുപോലെ തന്നെ EMS ആണ്. 64 ഇപ്പോൾ P വിശ്വംഭരനോട് പറഞ്ഞൊരു കഥ താങ്കൾക്ക് താല്പര്യമായിരിക്കും. പാർട്ടി CPI പിളർന്നല്ലോ. CPI ആണല്ലോ പിളർന്നത്. ചിലർ വിചാരിക്കുന്നത് CPM പിളർന്നിട്ട് CPI ഉണ്ടായിരുന്നു. ചില CPIക്കാരും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അന്ന് പന്മന ആശ്രമത്തിൽ വെച്ചാണ് ചർച്ച, കുമ്പളത്തിൻ്റെ സാന്നിധ്യത്തിൽ. കുമ്പളയുടെ അപ്പോൾ അവിടെ വെച്ച് EMS ഒരു വരി എഴുതി കൊണ്ടുപോയിരുന്നു, കോൺഗ്രസിനെതിരായ മുന്നണി. അപ്പോൾ CPI പറഞ്ഞു കോൺഗ്രസിനും ലീഗിനും എതിരായ മുന്നണി. EMS അവിടെ നിന്ന് നേരെ പിന്നെ പോയത് കൊയിലാണ്ടിക്കാണ്. ശരി. അങ്ങനെയാണ് CPM-നെ CPM ആക്കി നിർത്തിയത്. 65-ലെ തെരഞ്ഞെടുപ്പിൽ ലീഗുമായുള്ള ധാരണയാണ്. അതിന് മുമ്പ് തന്നെ 62-ൽ CH മുഹമ്മദ് കോയ കോഴിക്കോട്ടും ജയിച്ചു. അതിലും CPM-ആയി മാറാൻ പോകുന്നവരുടെ പിന്തുണ അദൃശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീഗും CPM-ആയിട്ടുള്ള പിന്തുണ വേണമെന്ന് ആദ്യമായി പ്രമേയം പാസ്സാക്കുന്ന അന്നത്തെ അവിഭക്ത കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ്. ആ ജില്ലാ കമ്മിറ്റിക്ക് 69 മുതൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത് MBR ആണ്. അന്നേരം പണ്ട് തൊട്ട് അതിൻ്റെ ഒരു അടിയൊഴുക്കുകളുണ്ട്. ഉണ്ട്. അന്നേരം ബദൽ രേഖയുടെ ശില്പി ആരാണ് യഥാർത്ഥത്തിൽ? നായനാർ. സിമ്പിൾ ആൻസർ അല്ലേ? നായനാർ അതിനോടൊപ്പം നിന്നിട്ട് പിന്നെ അല്ല, ബദൽ രേഖ ഇവിടെ ഒന്നല്ല അവതരിപ്പിച്ചത്, സെൻട്രൽ കമ്മിറ്റിയില്ല. അപ്പോൾ നായനാർ MBR-നോട് പറഞ്ഞതായിട്ട് MBR കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എടാ, ഈ നായനാരാണ് എന്നോട് പറഞ്ഞത്, ഞാൻ അവിടെ ഫൈറ്റ് ചെയ്തു, നീ ഇവിടെ ഫൈറ്റ് ചെയ്തു. അത് ശരി. രണ്ടാളും ഫൈറ്റ് ചെയ്തു, ഫൈറ്റ് മുന്നോട്ട് പോയി. പക്ഷെ ഇത്രയും മുന്നോട്ട് പോകണമോ എന്ന കാര്യത്തിൽ എനിക്കും സംശയം ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആ ക്ലബിലില്ല. ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ രേഖയുണ്ടല്ലോ, ഇതാണ് ശരി എന്നുള്ള അഭിപ്രായം എനിക്കുണ്ടല്ലോ. അത് കഴിഞ്ഞ് MBR-നും നായനാർക്കും എല്ലാം പറ്റിയ ഒരു മിസ്റ്റേക്ക് പറ്റി. ആ മിസ്റ്റേക്ക് എന്താണെന്ന് പറയുന്നത്, നായനാരാണ് പ്രൊസീഡിയത്തിൻ്റെ ചീഫ് എന്നൊരു പോസ്റ്റില്ല നയിക്കുന്നത്. പോളിറ്റ് ബ്യൂറോന്ന് EMS, ബാസവ പുന്നയ്യ, BTR വന്നിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 3 വോട്ടുണ്ട്. യെസ്, നോ, ന്യൂട്രൽ. പാസ്സാക്കിയാൽ അനുകൂലിക്കാം, എതിർക്കാം, നിഷ്പക്ഷത പാലിക്കാം. അത് മറ്റു പാർട്ടികളിലില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേ ഉള്ളൂ. യെസ്, നോ, ന്യൂട്രൽ. അപ്പോൾ ബദൽ രേഖ ആദ്യം പോളിറ്റ് ബ്യൂറോ ലെറ്റർ EMS-ൻ്റെ യെസ്, നോ, ന്യൂട്രൽ. ഇവരെല്ലാം കാരണവന്മാരെല്ലാം കൂടെ പറഞ്ഞു ഒന്നും ചെയ്യേണ്ടെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിയിൽ, അപ്പോൾ ചെറിയൊരു വർത്തമാനമൊക്കെ ഉണ്ടല്ലോ ഇടയിൽ, ഞാൻ നമ്മളതിനെ എതിർക്കണം. അപ്പോൾ കണ്ണൻ പറഞ്ഞു നമ്മളതിനെ അനുകൂലിച്ചാൽ മതി, നമുക്കൊരു 3 ദിവസം കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ പോരെ. പാർട്ടിയിൽ ഐക്യത്തിന് വേണ്ടി ഇവരെന്ത് ചെയ്തറിയൂ, യെസ്, നോ, ന്യൂട്രൽ അതിന് വിളിച്ചു, ഇതിനും വിളിച്ചു.
ബദൽ രേഖയ്ക്ക് എന്നെ വിളിക്കുന്ന വിയോജനക്കുറിപ്പ്. അപ്പോൾ എത്ര വോട്ടായി? 6 വോട്ടായില്ലേ? ഈ 6 വോട്ടിൽ ഞങ്ങൾ വോട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചാക്കോ എന്നോട് പറഞ്ഞു, മത്തായി ചാക്കോ, ഞാൻ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അവനെ കൈ പിടിച്ച് താഴ്ത്തലായിരുന്നു എൻ്റെ ജോലി. അപ്പം അത് ഭയങ്കര ഒരു തെറ്റായിട്ട് അങ്ങ് വ്യാഖ്യാനിച്ചു. പക്ഷെ പാർട്ടിയുടെ ഐക്യത്തിന് വേണ്ടി അതൊക്കെ ക്ഷമിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതും കൊണ്ട് നേരെ പാർട്ടി കോൺഗ്രസ്സിൽ പോയിട്ട് പറഞ്ഞു, ഐ വാണ്ട് ടു ടേക്ക് ദിസ് കോൺഗ്രസ്, പാർട്ടി കോൺഗ്രസ് ടു കോൺഫിഡൻസ് ടു ക്രഷ് ദ ആൻറ്റി പാർട്ടി ആക്ടിവിറ്റീസ് ഇൻ കേരള എന്ന് EMS പറഞ്ഞു പാർട്ടി കോൺഗ്രസിനോട്. അപ്പോൾ പാർട്ടി കോൺഗ്രസിൻ്റെ അംഗീകാരമായില്ലേ ക്രഷ് ചെയ്യാൻ. അവിടെയാണ് EMS സ്റ്റാലിനാവുന്നത്. EMS കൊമ്പമീശയൊക്കെ വയ്ക്കുന്നത്. EMS ആൾ വളരെ കൂളായിട്ടുള്ള ആളാണ്, പക്ഷേ സ്റ്റാലിനിസ്റ്റാണ്. ശരിക്കും EMSന് ഈ നയത്തോടുള്ള എതിർപ്പായിരുന്നോ അതോ വ്യക്തികളോടുള്ള എതിർപ്പുണ്ടായിരുന്നു? അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയം, സംഘടന, വ്യക്തി, ഇത് മൂന്നും ചേർന്നതാണ്. അതിൽ ABC എന്ന് പറഞ്ഞാൽ A ആണോ B ആണോ? MBRന് EMSൻ്റെ ഒരു നേതൃത്വത്തെ അംഗീകരിക്കാൻ പലപ്പോഴും മടിയുണ്ടായിരുന്നെന്നും അദ്ദേഹത്തെ പരിഹസിച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പരിഹസിച്ചൊന്നും MBR ഒരിക്കലും സംസാരിച്ചിട്ടില്ല. പക്ഷേ MBRന് ഭയങ്കരമായ ഒരു ഹാങ് ഓവർ AKGയെ കുറിച്ചുണ്ടായിരുന്നു. അത് കൃത്യമായൊരു സംഭവം പറയാം. വിജയവാഡ പാർട്ടി കോൺഗ്രസ്സിൽ 82 നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ MBR ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയിൽ പങ്കെടുത്തിട്ട് അന്ന് HK പിഷാരടിയാണ് തർജ്ജമ, അധ്യാപക നേതാവ്. അദ്ദേഹം രൂക്ഷമായി കടന്നാക്രമിച്ചു. അപ്പോൾ MBR ഇവിടെ ഒരു ഡിസിപ്ലിനേറിയനായിട്ടാണല്ലോ നമ്മളൊക്കെ കാണുന്നത്. അവിടെ വന്ന് പാർട്ടി കോൺഗ്രസ്സിൽ AKG മരിച്ചോടുകൂടി ഇവിടെ പാർലമെൻ്ററി പാർട്ടി പ്രവർത്തനവും ഇവിടെ മറ്റ് ജനകീയ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതൊക്കെ മരിച്ചുപോയി. അതിന് EMS വികാരപരമായി ഒരു മറുപടി പറഞ്ഞു, AKG ആവാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കൂട്ടായിട്ട് പോവുകയാണ്. പക്ഷെ അവർ തമ്മിലുള്ളൊരു അകലം ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് ആ അകലം വാസ്തവത്തിൽ രാജേഷ്, MBRും EMS തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട് അല്ലേ? അതെ, നമ്മളത് കാണാതിരുന്നത് കാര്യം. അപ്പോൾ EMSന് അതൊക്കെ വേണമെങ്കിൽ ഉൾക്കൊള്ളാമായിരുന്നു. ഉൾക്കൊള്ളുകയല്ല, തമാശയായിട്ട് വിടാവുന്ന കാര്യമുള്ളൂ. എന്താ രാഘവമായി കാണിക്കണമെന്ന് ചോദിച്ചാൽ തീരുന്ന കാര്യമുള്ളൂ. അപ്പോൾ താങ്കൾ ഈ CPMൽ നിന്ന് പോയതോടെ താങ്കളുടെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ ഗ്രാഫ് താഴേക്ക് പോയോ? അതായത് പലരും പറയാറുണ്ടായിരുന്നു MVR പോയെങ്കിലും CP ജോൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടിയിൽ, പലരും പറയാറുണ്ട് CP ജോൺ പോയതാണ് പാർട്ടിക്ക് ഏറ്റവും വലിയ നഷ്ടം. രണ്ട് രീതി താരതമ്യപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു താരതമ്യമില്ല. EMSും MVRും പോലെ താരതമ്യമില്ല, ഞാനും MVR ആയിട്ടും താരതമ്യമില്ല, രണ്ട് തലമുറയിൽപ്പെട്ടാണ്. എങ്കിലും താങ്കളുടെ പൊളിറ്റിക്കൽ ഗ്രാഫിനെ അത് ബാധിച്ചു. പാർലമെന്ററി പ്രവർത്തനമാണ് നിങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് മാത്രം തീരുമാനിച്ചാൽ അതിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി. പക്ഷേ ഞാൻ അതിൽ സങ്കടപ്പെടുന്നില്ല എന്നൊന്നും പറയുന്ന ആളല്ല, അതൊക്കെ കാപ്പട്യമുണ്ട് അങ്ങനെ പറയുമ്പോൾ. പക്ഷേ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. അല്ല, എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഖേദം തോന്നിയിട്ടുണ്ടോ? ഈ പാർലമെൻ്ററി രംഗത്ത് ഇപ്പോൾ അവിടെ ഉണ്ടായാലും ഞാൻ പോകണമെന്നൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന എത്ര ആൾക്കാരില്ലേ? CPMൽ ഈ പാർലമെൻ്ററി രംഗത്ത് പോയവരോടൊന്നും സംഘടനാ രംഗത്ത് താങ്കൾക്ക് വലിയ ചെയ്യാമല്ലോ. എൻ്റെ ഒരു ടേസ്റ്റ് അതാണ്. അതെ, ഇപ്പോഴും ഞാൻ അതല്ലേ, കഴിഞ്ഞ ഇലക്ഷൻ ഞാൻ മത്സരിച്ചില്ലല്ലോ, എനിക്ക് മത്സരിക്കാമായിരുന്നല്ലോ. പക്ഷേ ഞാൻ എപ്പോഴും നഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നത് ഒരുപാട് സദ്ബന്ധങ്ങൾ, നമ്മുടെ എനർജി, അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എന്തറിയോ ഉള്ള നെറ്റ്വർക്കുകൾ. പക്ഷേ ഞാൻ സംതൃപ്തി നേടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തകർച്ച അതിന് ശേഷമാണ് വന്നത്, 89-ന് ശേഷം. 86-ലാണ് നമ്മളുണ്ടായത്. അപ്പോൾ ഈ സ്റ്റാലിനിസം ഇത്രയും വലിയൊരു അപകടമാണെന്ന് ഞങ്ങൾ അതിനകത്ത് നിൽക്കുമ്പോഴോ ഈ ഫൈറ്റ് ചെയ്യുമ്പോഴോ ഒന്നും അറിയില്ലായിരുന്നു. അത് മനസ്സിലാക്കിയതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാവിയിൽ എപ്പോഴും മുന്നോട്ട് പോക്കല്ലേ, ഇന്ന് CPM എടുക്കുന്ന സമീപനം വളരെ റിഗ്രസീവാണ്. അത് വളരെ പിന്തിരിപ്പനാണ്. അവർ മുന്തിരിപ്പനെന്നാണ് പറയുക, പക്ഷേ അല്ലെങ്കിൽ അവർ പുരോഗമനപരമെന്നാണ് പറയുക. പക്ഷെ അവർ പുരോഗമനപരം എന്ന് പറയുന്ന സ്റ്റാലിനിസം അങ്ങേയറ്റം വിനാശകരമാണ് എന്ന് ലോകം തെളിയിച്ചു അല്ലേ? ആ ബോധ്യം താങ്കളെ സമാശ്വസിപ്പിച്ചു. അല്ല, ആ ബോധ്യം ഉണ്ടായതും അതിനെ തുടർന്ന് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു CMP വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനും ഇപ്പോൾ CPMലായിരുന്നെങ്കിൽ ഇതൊക്കെ ന്യായീകരിച്ച് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ താങ്കളുടെ ന്യായീകരണ തൊഴിലാളിയായിട്ട് നടക്കുമായിരുന്നു. താങ്കളുടെ വിമർശകർ പറയുന്നത് ഇപ്പം CMP രൂപീകരിച്ച് പിന്നെ UDFൻ്റെ ഭാഗമായല്ലോ, അതുവരെ ഈ UDFൻ്റെ ചെയ്തികളെയും കോൺഗ്രസിനെയും വെല്ലുവിളിച്ച് നടന്ന താങ്കളുടെ പ്രത്യയശാസ്ത്ര ചിന്തയെല്ലാം ഉപ്പിലിട്ട് വെച്ചെന്നാണ് പറയുന്നത് അതിനുശേഷം.
അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ആദ്യത്തെ 2-3 കൊല്ലത്തിൽ അവർക്കത് പറയാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. കാരണം 86 തൊട്ട് 89 വരെ ഞങ്ങൾ കോൺഗ്രസുമായിട്ട് മുന്നണിയല്ല ഉണ്ടായിരുന്നത്, ധാരണയായിരുന്നു. അത് ഞങ്ങളെ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ്. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ ചവിട്ടി തേച്ച് കളയും, വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് കൊന്നുകളയും. കൊന്നല്ലോ പലരെയും. നിലനിൽപ്പിയമാണ് വീക്കേൻ്റെ ഭാഷയിൽ അല്ലേ? ഒരു സംശയമില്ല. ഒരു ആശയത്തെ നിലനിർത്താൻ വേണ്ടി കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരും. ഞങ്ങളൊരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളുടെ മുഖ്യ ശത്രു ആരായി? CPM ആയി. അപ്പോൾ പലരും പറഞ്ഞു, രാഘവൻ നിങ്ങൾ മുഖ്യശത്രു കോൺഗ്രസ് ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ MVR രസികനല്ലേ, അദ്ദേഹം പറഞ്ഞു, എടാ അത് CPM-ൻ്റെയാണ്, CMP-യുടെ അല്ല. അപ്പോൾ മുഖ്യശത്രുവിനെതിരായിട്ടുള്ള ഐക്യമുന്നണി. ഞങ്ങളുടെ മുഖ്യശത്രു ആരാ അന്ന്? CPM ആയിട്ട് മാറിയത്. CPM അല്ല, ഉള്ളിലെപ്പോഴും ഒരു വിങ്ങൽ തോന്നിയിട്ടുണ്ടോ CPM വിട്ട് പോരേണ്ടി വന്നത്? CPM വിട്ടു പോരേണ്ടി വന്നത് അത്ര സന്തോഷകരമായ ഒരു കാര്യമൊന്നുമല്ല. എന്തെങ്കിലും ഒരു തിരിച്ചുപോക്ക് ഈ ധാരണ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ CMP പ്രത്യേക പാർട്ടിയാണ്, പക്ഷെ എന്തെങ്കിലും CPM-ആയിട്ടൊരു സഹകരണമല്ലേ ധാരണ? ഇപ്പോൾ സ്റ്റാലിനിസം ഉപേക്ഷിക്കുമെങ്കിൽ കാക്ക മലന്ന് പറക്കണം, അത് വേറെ കാര്യം. സ്റ്റാലിനിസം എന്നൊക്കെ പറയുന്നത് സങ്കല്പം മാത്രമല്ല, അല്ല, യാഥാർത്ഥ്യമല്ലേ. അതിൻ്റെ ഇരയാണല്ലോ ഇപ്പോൾ സുരേഷ് കുറുപ്പ് അടക്കം നിങ്ങൾ ഈ പറഞ്ഞത്. ഞാൻ അത്ഭുതപ്പെട്ടത് ഈ സുരേഷ് കുറുപ്പ് തുടങ്ങിയതുകൊണ്ട് പറയുക. ഇപ്പോൾ സുരേഷ് കുറുപ്പ് ആ സമ്മേളനത്തിൽ അവസാനത്തെ ദിവസം പോയില്ല. ഇപ്പം എന്നോടൊന്നും എല്ലാ ദിവസവും സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഈ കാര്യം മാത്രം പറയില്ല, സംഘടനാ കാര്യങ്ങളൊന്നും പറയില്ല, ഇപ്പോഴും പറഞ്ഞില്ല. പോരാരുതായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായം പേഴ്സണലി. പക്ഷേ എന്നെ അതിശയിപ്പിക്കുന്ന അതല്ല, ആരും പോണ്ടെന്ന് പറഞ്ഞില്ല. സംസ്ഥാന നേതൃത്വം പോലും ചോദിച്ചില്ലെന്നാണ് പറഞ്ഞത്. എന്നാ ഞാൻ കേട്ടത്. അതെ, എന്നാണ് പറഞ്ഞല്ലോ, ഇന്റർവ്യൂ പറയുന്നുണ്ട്. തോമസ് ഐസക് അവിടെ ഉണ്ടായിരുന്നില്ലേ? അതെ, ഇല്ലേ? ഉണ്ടായിരുന്നു. തോമസ് ഐസക്ക് സുരേഷ് കുറുപ്പിൻ്റെ ഇലക്ഷന് 84-ൽ അവിടെ CPM ജില്ലാ കമ്മിറ്റി അറിയാതെ വന്നു എന്ന പേരിൽ എൻ്റെ പേരിലൊരു ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ AP വർക്കി പറഞ്ഞ്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, സഖാവേ പിള്ളേർ ജയിപ്പിച്ചില്ല ഒരാളെ, ഇനി അത് ചർച്ച ചെയ്യണ്ടെന്ന്. വൈക്കം വിശ്വനോടായിരിക്കും എനിക്കറിയില്ല, അത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യില്ല. പക്ഷേ ആ ഐസക്ക് പോലും, കുറുപ്പ് എന്താ നിൻ്റെ പ്രശ്നം? പക്ഷേ ആ ഐസക്ക് പോലും കുറുപ്പ് എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കാൻ അസൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. ഇല്ല, MV ഗോവിന്ദനുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാലിനിസം ഇൻ ആക്ഷൻ വളരെ കൂളാണ്. പക്ഷെ എന്ത് സ്റ്റാലിനിസം പറഞ്ഞാലും ഇപ്പം MVR പാർട്ടിയെ നെടുക പിളർത്തുമെന്നാണ് അക്കാലത്ത് കരുതിയത്. KR ഗൗരി പോയി, MVR പോയി, താങ്കൾ പോയി. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPM തന്നെയല്ലേ? എനിക്കതിൽ സംശയമില്ല. സംശയം ഉണ്ടെങ്കിൽ തർക്കിക്കണ്ടു. പക്ഷേ അല്ല, അന്നേരം ആരാണ് ശരി? ശരിയും തെറ്റും ആരുടെ? വലുതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കണില്ല. അല്ല, വലുതാണ് ശരിയെങ്കിൽ RSS അല്ലേ ശരി? അല്ല, CMP പോകുമ്പോഴും പാർട്ടി സെക്രട്ടറിയായ VS-ഉം അതുപോലെ EMS-ഉം കൂടെ ചേർന്ന് പാർട്ടിയെ പിടിച്ചു നിർത്തിയും താങ്കൾ കരുതുന്നുണ്ടോ? പിന്നെ പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമോഷണലായിട്ടൊരു സംഗതിയല്ലേ. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി CMP എന്ന പേരിൽ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, ഞങ്ങളല്ലാതെ ഈ CPM-ൻ്റെ പിളർപ്പിന് ശേഷം CPML ഉണ്ടായത് കേരളത്തിലല്ലല്ലോ, CPML കൂടെ കൂട്ടിക്കോളൂ. വേറെ ഒരാളും കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ കൊടി കുത്താൻ പാടില്ല. അന്ന് വടകരയിൽ നിന്നൊക്കെ ആൾക്കാർ ജാഥയ്ക്ക് വരുമ്പോൾ ഈ കൊടിയൊന്നും ബസ്സിൽ കെട്ടില്ല, അവർ ഒളിപ്പിച്ചാണ് കൊടി കൊണ്ടുവരണേ. അതുകൊണ്ട് അരുവാൾ ചുറ്റുകയുള്ള കൊടി പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ ഫൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം ഞങ്ങളുണ്ടാക്കിയത് CPM-നേക്കാളും വലുതാവും എന്നുള്ള ഒരു മൗഢ്യവും ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കണം, ഒരു പുതിയ തരം പാർട്ടി ഉണ്ടാക്കണം. പിന്നെ അതിനുവേണ്ടി ഞങ്ങളെ കൊല്ലാൻ വന്നപ്പോൾ ഞങ്ങൾ അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കോൺഗ്രസ്സായിട്ട് മാത്രമൊന്നുമല്ല, BJP ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എന്തിനാണെന്നാണോ പറയുന്നത്? നമ്മൾ കാഞ്ഞങ്ങാട് MVR-നെ എറിഞ്ഞ് കൊല്ലും എന്ന സാഹചര്യം ഉണ്ടായി. ആദ്യത്തെ മീറ്റിംഗ് കാഞ്ഞങ്ങാടായിരുന്നു. അന്ന് BJP പ്രവർത്തകരടക്കം വന്നു. കാരണം ഒരാൾക്ക് മനുഷ്യാവകാശമില്ലേ. അപ്പം അതുകൊണ്ട് ഞങ്ങളെല്ലാവരുടെയും സഹായം തേടി. എന്തിനെ? ജീവിച്ചിരിക്കാൻ വേണ്ടി. ശരി. പക്ഷേ 89-ന് ശേഷം ഞങ്ങൾ പോളിസി മാറ്റി. കാരണം BJP 88 സീറ്റിലേക്ക് ഉയർന്നു വന്നപ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസുമായിട്ടുള്ള അലയൻസ് വേണം എന്ന രാഷ്ട്രീയ നയം എടുത്തു. അത് തന്നെയല്ലേ ഇപ്പോഴും CPM-ൻ്റെ നയം. CMP തന്നെ ഒരു വിഭാഗം പിന്നെ CPM-ഓട് സഹകരിച്ചല്ലോ, പല ഘട്ടത്തിലും ആൾക്കാർ സഹകരിച്ചു. ഇപ്പോൾ താങ്കളൊക്കെ അങ്ങനെ സഹകരിക്കണമെന്നൊരു ആഗ്രഹമുണ്ടോ? സ്റ്റാലിനിസം ഒഴിവാക്കണമെന്ന് പറയുന്നത് വാദത്തിന് വേണ്ടിയാണ്. അല്ല, CPM-ആയിട്ട് ഞങ്ങളെന്തിനാണ് സഹകരിക്കുന്നത്?
അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇല്ല. പിന്നെ CPM അങ്ങനെ ഒരു പാർട്ടികളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് ആലോചിച്ചിട്ടില്ല. CPM CMP എന്നൊരു പാർട്ടികളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? അന്ന് ഒരുപാട് പേര് ഇതിനോടൊപ്പം പിന്നിട്ട് ഒരുപാട് പേര് പിൻവാങ്ങിയല്ലോ. എളുപ്പമല്ല രാജേഷേ. പിണറായി വിജയൻ്റെ സമീപനം എന്തായിരുന്നു CMPയോട്? പിണറായി വിജയൻ ഇതിലൊന്നും വലിയൊരു റോൾ എടുത്ത ആളല്ല. കണ്ണൂര് ന്യൂട്രലായിരുന്നു. ന്യൂട്രലല്ല, MVR-ന് എതിര് തന്നെയായിരുന്നു, ഈ രാഷ്ട്രീയ നയത്തിനും എതിരായിരുന്നു. പക്ഷെ MV ഗോവിന്ദൻ അങ്ങനെയല്ല, ഈ രാഷ്ട്രീയ നയത്തിൻ്റെയും MVR-ൻ്റെയും കൂടായിരുന്നു. അവസാനം മാറി. അവസാനം വരെ CMP-യിൽ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ അപ്പം തന്നെ MVR-ഉമായിട്ട് ചില ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ സംഘടനാപരമായിട്ടും ചിരി വ്യക്തിപരമായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇങ്ങനൊരു ബദൽ രേഖാ പ്രശ്നം വന്നപ്പോൾ അന്ന് സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർക്കും സംസാരിക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അതിൽ പിണറായി വിജയൻ MVR-നെയും ബദൽ രേഖയും രൂക്ഷമായി വിമർശിച്ചു. പക്ഷേ സമർത്ഥനായ VS ചടയം ഗോവിന്ദനെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്തു. ചടയം ഗോവിന്ദൻ MVR-ന്റെ സ്വന്തം ആളാണ്. ഈ ബദൽ രേഖയിൽ നമ്മുടെ കൂടെ നിന്ന് വോട്ട് ചെയ്ത ആളാണ്, എന്നുവെച്ചാൽ വോട്ട് ചെയ്യാതിരുന്ന ആളാണ്. പക്ഷേ അന്ന് സെക്രട്ടറി ആയിട്ട് വെച്ചു. അപ്പോൾ പിണറായിയുടെ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, ആ സ്ട്രെങ്ത് ഉപയോഗിച്ച് ക്രഷ് എന്നൊരു വാക്ക് കിടക്കുകയാണല്ലോ. അത് പിണറായി വിജയനല്ല പറഞ്ഞു, EMS പറഞ്ഞത്. അപ്പോൾ EMS-ൻ്റെ നയങ്ങളും രാഷ്ട്രീയ നയങ്ങളും VS-ൻ്റെ സംഘടനാ നയങ്ങളും കണ്ണൂർ ജില്ലയിൽ യഥാർത്ഥ ക്രഷ്, മൂപ്പരൊരു ക്രഷറാണല്ലോ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ക്രഷ് ചെയ്തത്. എന്ന് വെച്ചാൽ അടിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ മലയാളം. ഒരാളെ 3 പ്രാവശ്യം ഒരു ദിവസം തന്നെ അടിച്ചാൽ എന്ത് ചെയ്യും? എന്നിട്ടും കണ്ണൂർ ഇപ്പോഴും നമുക്ക് നല്ലൊരു പാർട്ടിയും സംവിധാനവും ഉണ്ടല്ലോ. ഇപ്പോൾ CPM-ലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കളുടെ ഒരു CPM-ലെ കരിയറിന് താളം തെറ്റിയത് കോഴിക്കോട് നിന്നുള്ള പ്രവർത്തന മേഖല താങ്കൾ തൃശ്ശൂരിലേക്ക് മാറ്റിയതിലൂടെ അല്ലേ? യഥാർത്ഥത്തിൽ കേളുവേട്ടനെ പോലുള്ള ഒരു നേതാവിൻ്റെ തണലും താങ്കളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഇതും എല്ലാം കോഴിക്കോടായിരുന്നു. താങ്കൾ തൃശ്ശൂരിലേക്ക് പോയപ്പോൾ തൃശ്ശൂരിലെ പാർട്ടി താങ്കളെ മൈൻഡ് ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. അതൊന്നും ശരിയല്ല. ഞാൻ CPM-ലേക്ക് നിന്നല്ല, ഞാൻ തൃശ്ശൂർക്ക് പോകുന്നത് തന്നെ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതൊരു ശരിയായ തീരുമാനമായിരുന്നെന്ന് ഇപ്പോഴും കരുതുന്നുണ്ടോ? രാജേഷേ, ഇതൊന്നും നമ്മളെടുക്കുന്ന തീരുമാനമല്ലല്ലോ. എൻ്റെ മെമ്പർഷിപ്പ് ഇവിടെ പാളയ ലോക്കൽ കമ്മിറ്റിയിലായിരുന്നു, തിരുവനന്തപുരത്ത്. എൻ്റെ യഥാർത്ഥ മെമ്പർഷിപ്പ് കോഴിക്കോട് പാർട്ടി ഓഫീസിലായിരുന്നു, കേളുവേട്ടൻ ഓഫീസിലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. ഇതൊക്കെ ഓരോ കാലത്ത് പാർട്ടി ഓരോ തീരുമാനങ്ങൾ പറയുന്നു. പത്തനംതിട്ടയിൽ പോകണമെന്ന് ചിലപ്പോൾ അഭിപ്രായം ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ തന്നെ പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുകയും ചെയ്തില്ല. അത് ഈ ബദൽ രേഖ അല്ലെങ്കിൽ ഒന്നും മത്സരിക്കേണ്ടതൊന്നും വരില്ല. കാരണം അപ്പോഴേക്കും പാർട്ടിയിൽ അതൊന്നും എൻ്റെ ഡിസിഷൻ്റെ ഭാഗമായിട്ടല്ല. അപ്പം നമ്മൾ പറയില്ലേ എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് പറഞ്ഞ പോലെ അതായിരുന്നു. ഇത് 84-ൽ ഈ സംഭവങ്ങളൊക്കെ ഒരു പ്രശ്നവുമില്ല. 85 സെപ്റ്റംബർ വരെ ഒരു പ്രശ്നവുമില്ല. 85 ഒക്ടോബർ നവംബർ ആയപ്പോഴേക്കും പ്രശ്നമായി. 86 ജൂണിൽ വേറെ പാർട്ടിയായി. എത്ര മാസം? വെറും 5-8 മാസം. പെട്ടെന്ന് ലോകത്തെ പിടിച്ചു കുലുക്കിയ ദിനങ്ങൾ എന്ന് പറയുന്ന പോലെ CPM-നെ പിടിച്ചു കുലുക്കിയ മാസങ്ങൾ. അതുപോലെ താങ്കൾ അതുപോലെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുമെന്ന് വിശ്വസിച്ചിരുന്നു. താങ്കളെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരള ഘടകം താങ്കളുടെ പേരാണ് നിർദ്ദേശിച്ചത്. എന്തുകൊണ്ടായില്ല? ഈ എല്ലാ പഴയ കാര്യങ്ങളും തന്നെ എന്ന് ചോദ്യമുള്ളൂ. അല്ലെ, നൊസ്റ്റാൾജിയാണ്. അതിപ്പോൾ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ആവശ്യത്തിലധികം പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഒരാളാണ്. ഞാൻ SFIയിലേക്ക് വരുന്നു 75 അടിയന്തരാവസ്ഥ കാലത്ത് ശേഷമല്ലേ? അടിയന്തരാവസ്ഥയിൽ ഞാൻ താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. അടിയന്തരാവസ്ഥ കാലത്താണ് താങ്കൾ താലൂക്ക് സെക്രട്ടറി. അപ്പോൾ താലൂക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അന്ന് ആർക്കും നടക്കാനൊന്നും വയ്യല്ലോ, എല്ലാവരും ആക്റ്റീവായിട്ടുള്ളവർ പലരും പോയി. എനിക്ക് ബുദ്ധിമാന്യമായതുകൊണ്ട് ഞാൻ വളരെ സജീവമായിട്ട് വർക്ക് കൂട്ടി, പലരും വർക്ക് കുറച്ചു. മനസ്സിലായോ? ഞാൻ താലൂക്ക് സമ്മേളനത്തിന് പോകുന്നു, താലൂക്ക് സെക്രട്ടറി ആവുന്നു, ജില്ലാ കമ്മിറ്റിക്ക് പോകുന്നു, ജില്ലാ കമ്മിറ്റി മെമ്പറാവുന്നു. അപ്പോൾ ഞാൻ പറയണത് എനിക്ക് വേണ്ട അതൊക്കെ. പിന്നെ പെടപെടാന്ന് പറഞ്ഞ് ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി അല്ല, പിന്നെ സിൻഡിക്കേറ്റ് മെമ്പറാവുന്നു 78-ൽ. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കാതെ ആയിട്ടുള്ളതാണ്. ഇത് അഖിലേന്ത്യാ പ്രസിഡന്റ് അതാണ്. അപ്പോൾ അത് വന്ന് അഖിലേന്ത്യാ പ്രസിഡന്റാണ് അടുത്ത ബേബി മാറുകയാണ്. അപ്പോഴേക്കും നമ്മളൊക്കെ പാർട്ടി മെമ്പറും ഫ്രാക്ഷൻ ഒക്കെ ആയിട്ട് കൺവീനറൊക്കെ ആയില്ലേ. ഫ്രാക്ഷൻ കൺവീനർ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രധാന പോസ്റ്റാണ്, ഒരു ജോബാണ്, പോസ്റ്റല്ല, അംഗീകാരമാണ്, ഒരു വർക്കാണ്. എപ്പോഴും ഉണ്ടോ സെക്രട്ടറിമാരായിരിക്കും, ആരാന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെയൊക്കെ ചുമതലക്കാരനായിട്ടിരിക്കുമ്പോൾ ഈ കമ്മിറ്റിയിൽ, പാർട്ടി കമ്മിറ്റിയിൽ NS ആണ് ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ.
NSൻ്റെ മരണമാണ് ഈ പാർട്ടിയുടെ അതിലേക്ക് വരാം ഞാൻ ഇതിന് അതെ. അപ്പോൾ NS പറഞ്ഞു ഇങ്ങനെ ബേബി അവിടെ ഒഴിയുമ്പോൾ ഇവിടെ നിന്നൊരാൾ പോകണം, അതാരാവണം എന്ന് EMS ഇങ്ങനെ ചോദിച്ചു. സെക്രട്ടേറിയറ്റിൽ വന്നു. അന്ന് ഡീറ്റെയിൽസ് പറഞ്ഞില്ല. അപ്പോൾ ഒരാളെ തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ EMS ചോദിച്ചു ആരാണ്? ജോണോ കുറുപ്പോ? അല്ല, ആരാണ്? ജോണാണോ? ആ ജോണാണ്. കാരണം സംഘടനയുടെ ഒരാൾ ഞാനായിട്ടാണ് സങ്കല്പം. അങ്ങനെ ഞാൻ ഒഴിയും, ഞാൻ അവിടെ പോയിട്ട് ഒഴിയല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഒഴിവ് വരില്ലേ? അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു അന്ന്, ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അവിടെ ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ ഇവിടുന്ന് ഒഴിയല്ലേ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന്, അതിലേക്ക് ഒരാളെ കൂടെ തീരുമാനിച്ചു. അയാളുടെ പേര് ഡേവിസൺ എന്നാണ്, കോഴിക്കോട്ട് തന്നെ. അപ്പം അങ്ങനെ അയാൾക്ക് ഇപ്പോഴും അത് അറിയണ്ടാവില്ല. അത്രയും കൃത്യമായിട്ട് വെച്ചു. അവിടെ ചെന്നപ്പോഴാണ് ബേബി പറയുന്നത് ഇങ്ങനെ ഇവിടെ തീരുമാന മാറ്റമുണ്ട്, യെച്ചൂരിയാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫോൺ ചെയ്തൊക്കെ ലൈറ്റ്നിങ് കോൾ വേണമെന്ന്, അല്ലാതെ ഇപ്പോഴത്തെ മാതിരി ഫോൺ ചെയ്യാനൊന്നും പറ്റില്ല. ഈ 84 40 വർഷത്തിനിടയ്ക്ക് വലിയ മാറ്റം. അപ്പോൾ ഞാൻ കുറുപ്പിനോട് പറഞ്ഞു. അപ്പോൾ കുറുപ്പും ഞാനും കൂടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യില്ല, എല്ലാം പാർട്ടി തീരുമാനമാണെങ്കിൽ ഇതും പാർട്ടി തീരുമാനമാണ്. VS അറിയത്തില്ലായിരുന്നു? അറിയില്ലായിരുന്നു. VS വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിലൊരു കൺഫ്യൂഷൻ വന്നു. ഞാൻ എൻ്റെ ഒരു കാര്യത്തിന് പറയണോ? കാരണം ബേബി ഉണ്ടല്ലോ, ബേബിയല്ലേ പറയേണ്ടത്. സ്ഥാനം ഒഴിയുന്ന പ്രസിഡന്റാണ്. ബേബി ഇവിടെ ജില്ലാ കമ്മിറ്റി മെമ്പറല്ലേ, കൊല്ലത്ത് പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി മെമ്പറല്ലേ. ബേബിയാണല്ലോ പറയേണ്ടത്. അതും ഞാൻ പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കണ്ടീഷൻ വെച്ചു, ബാസവ പൊന്നയ്യ കേരള ഫ്രാക്ഷനിൽ പങ്കെടുക്കണം. അത് സാധാരണ നിലയ്ക്ക് ആരും അംഗീകരിക്കുന്നൊരു കണ്ടീഷനല്ല. പക്ഷേ സമർത്ഥനായ ബാസവ പൊന്നയ്യ കേരള ഫ്രാക്ഷൻ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ കുറുപ്പ്, നമ്മുടെ VK മോഹനൻ, പിന്നീട് ജഡ്ജായി, അങ്ങനെയുള്ള ഹരികുമാർ, അങ്ങനെയുള്ള കുറച്ച് പേര്, PR രഘു, അങ്ങനെ കുറച്ച് ആളുള്ളൂ. അപ്പോൾ 6-7 പേര്, സതീഷ് ചന്ദ്രൻ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ബാസവ പൊന്നയാണ് വരുന്നത്, ഇത് പാർട്ടി തീരുമാനമാണ്, പാർട്ടി തീരുമാനമേ നടക്കൂ, അതിനെ ചാലഞ്ച് ഞാൻ ചെയ്യില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പാർട്ടി തീരുമാനം കൊണ്ടല്ലേ ഞാൻ ഇത്രയൊക്കെ ഓരോ പോസ്റ്റിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തീരുമാനമാണ്, അത് അംഗീകരിച്ചോടെ പോവുക. അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ വ്യക്തിപരമായിട്ട് കേരളത്തിൻ്റെ ഒരു പോസ്റ്റല്ലേ, കേരളത്തിൻ്റെ പ്രസിഡൻറ്റും ബംഗാളിന് സെക്രട്ടറി, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, അതൊക്കെ അവരാലോചിച്ചോളൂ, നീ കിടന്ന് വിഷമിക്കേണ്ട. കാരണം എനിക്കല്ലേ, ഞാനല്ലേ അടുത്ത പേഴ്സണൽ ലൂസർ. അപ്പോൾ എനിക്ക് പറയാമല്ലോ, അപ്പം ഞാൻ തന്നെയാണ് എൻ്റെ കഴുത്ത് വെട്ടിയത്. അപ്പോൾ അങ്ങനെ ഇരുന്നു, കമ്മിറ്റി കൂടി. ബാസവ പൊന്നയ്യ പറഞ്ഞു ഇങ്ങനെ യെച്ചൂരി ആണ്. അങ്ങനെയാണ്. പക്ഷെ അതൊരു താങ്കളുടെ ഒരു പൊളിറ്റിക്കൽ കരിയറിലെ ഒരു, പക്ഷേ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ പിന്നീട് ഒരു പക്ഷേ ഇങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ബട്ട്സിന് വല്ല സാധ്യതയുണ്ടോ? അത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ N ശ്രീധരൻ, CPMൻ്റെ പ്രമുഖനായ നേതാവായിരുന്നു. അദ്ദേഹം ഒരു കാർ അപകടത്തിലാണ് മരിച്ചത്. അദ്ദേഹം ആ കാർ അപകടത്തിൽ പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ അതേ കാറിൽ താങ്കളും ഉണ്ടായിരുന്നു. അത് SFIയുടെ സമ്മേളനത്തിൻ്റെ പതാക സ്വീകരിക്കാൻ പോയപ്പോഴാണ്. അതായത് കൊല്ലത്ത് SFIയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയായിരുന്നു 1985 ഫെബ്രുവരിയിൽ. ഫെബ്രുവരി 17-നാണ് NS മരിക്കുന്നത്. അപ്പോൾ 18, 19 ആ ഡേറ്റുകളിലാണ്. അപ്പോൾ അത് കേരളം കണ്ട ഏറ്റവും വലിയൊരു റാലി നടത്താനാണ് പരിപാടി. ഒരു സ്കൂളിൽ നിന്ന് 1000 കുട്ടികളെയൊക്കെ പങ്കെടുപ്പിക്കാനാണ്. അന്നത്തെ ഒരു ഹരമാണത്. ഇപ്പോഴും എനിക്കതൊക്കെ ഹരമാണ്. അപ്പോൾ അങ്ങനെ അന്ന് അവിടെ കൊല്ലപ്പെട്ട MS പ്രസാദിൻ്റെ രക്തസാക്ഷി കുടീരത്തുനിന്ന് കൊടിമരം കൊണ്ടുവരണം, അല്ല കൊടി. അതിനിടയിൽ വേറൊരു മർഡർ അവിടെ ഉണ്ടായി, കോൺഗ്രസിൻ്റെ അത് ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അതിൽ കൂടെ വേണം പോകാനായിട്ട്. അപ്പോൾ ലീഡറാണ്, കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി അല്ല, അതോ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി വയലാർ രവിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതിന് പോകാൻ പറ്റില്ല, പോയാൽ സംഘർഷം ഉണ്ടാവും. ഈ പോകുന്ന 1-2 ആളൊന്നും അല്ല, 10-300 ആളുണ്ട്. സർവ്വസന്നാഹ, അക്ഷരാർത്ഥത്തിൽ സർവ്വസന്നാഹങ്ങളോട് കൂടിയാണ് പോകുന്നത്. ലോറിയും, അന്ന് ഈ തുറന്ന ലോറിയിലുള്ള പോക്കുണ്ടല്ലോ. അതൊക്കെ ഞാനൊന്നല്ല സംഘടിപ്പിക്കുന്നത് കേട്ടോ, NS ആണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അത് പോകുന്ന ദിവസം നോക്കുമ്പോൾ MVR പത്തനംതിട്ട ഓഫീസിലിരുന്ന് ഷേവ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, MVR നിങ്ങൾക്ക് എന്ത് പ്രോഗ്രാം? ഏട്ടാ അത് NS വിളിച്ചതാണ്. MVR ജന്മകാലം പ്രോഗ്രാം മാറ്റി വയ്ക്കില്ല, അങ്ങനെ ഒരു രോഗമുണ്ട് മൂപ്പർക്ക്. ഞങ്ങൾക്കെല്ലാം ഉണ്ട് അത് കുറച്ച്. അപ്പോൾ NS പറഞ്ഞു വരണമെന്ന്. നിൻ്റെ അല്ലേ പ്രോഗ്രാം? പക്ഷെ അപ്പോൾ അവർ പാർട്ടി എന്ന നിലയ്ക്ക് തീരുമാനിച്ചതാണ്, നമ്മൾ തീരുമാനിച്ചതൊന്നല്ല. അങ്ങനെ ഒരു MVR NS കൂടെ അങ്ങോട്ട് പുറപ്പെട്ടു. പോലീസിൽ ഇവർ 2 ആളെയും കണ്ടാൽ പിന്നെ ചെയ്യാൻ പറ്റുമോ? പിന്നെ MVR എല്ലാവർക്കും പേടിയല്ലേ. അപ്പോൾ NS ആയാലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ MVR കൂടെ വേണമെന്നാണ് NSൻ്റെ തീരുമാനം. അതാണ് NS.
NS കൃഷ്ണപിള്ളയ്ക്ക് ശേഷം കേരളം കണ്ട CPMൻ്റെ കൃഷ്ണപിള്ള NS ആരെ കൊണ്ട് എന്ത് ചെയ്യിക്കണമെന്നറിയാം. അങ്ങനെ ഒന്ന് പോലീസായിട്ട് കോംപ്രമൈസായി. MVR, NS, ഞാൻ, ദേശാഭിമാനിലെ RS ബാബു, VS ചന്ദ്രശേഖരപിള്ള, കോന്നി MLA, ഒരു ഫോട്ടോഗ്രാഫർ, ഈ 6 ആളും കൂടെ ഒരു അംബാസഡർ കാറിൽ കുത്തിക്കയറി ഇരുന്നു. എന്നിട്ട് ഈ സംഘർഷഭരിതമായ സ്ഥലത്തിൽ കൂടെ പോലീസ് ഇതിൻ്റെ കോൺവോയുടെ പോയി MS പ്രസാദിൻ്റെ അവിടെ ചെന്ന് എനിക്ക് MVR കൊടി തരികയാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തു. അവിടെ നിന്ന് വീണ്ടും ഈ തടയപ്പെട്ട സ്ഥലത്തേക്ക് വന്ന് ഞാൻ ജീപ്പിൽ കയറിപ്പോയി. ജീപ്പ് ജാഥയാണല്ലോ, ഞാനാണ് ജാഥ ക്യാപ്റ്റൻ. ഞാൻ പോയി, ഇവർ കൊട്ടാരക്കരയ്ക്കും പോയി. ആ വഴിക്കാണ് അപകടം. ആ കൊട്ടാരക്കരയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോഴാണ് അപകടം ഉണ്ടായത്. ലോറി ഇടിച്ചിട്ട് അദ്ദേഹം മരിക്കും. അപ്പോൾ MVR ഒരു സൈഡിൽ, NS ഒരു സൈഡിൽ. അപ്പോൾ MVR പുറത്താക്കപ്പെട്ട ശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ട്, പൊതു പറഞ്ഞിട്ടുണ്ട്, അന്ന് മരിച്ചാൽ മതിയായിരുന്നു. പിന്നെ തമാശയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ MV രാഘവൻ സ്മാരകമാകും. കാരണം അത് അദ്ദേഹത്തിന് അത്രയും വേദനയുണ്ടായൊരു സംഭവമാണ്. NS പോയില്ലായിരുന്നെങ്കിൽ MVR ഉൾപ്പെടെ പാർട്ടിയിൽ നിന്ന് പോയില്ല, ഒരു സംശയമില്ല. അതുപോലെ NS പോയി ആരെങ്കിലും പോയാൽ ആ പോയാൾ പോകാന്നുള്ളത് ഒന്നും സംഭവിക്കില്ല. NS പോയതോടുകൂടി താങ്കളുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ പിതാവ് പോയത് മരിച്ചു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അന്ന് NS മരിച്ചു എന്നുള്ള ഏകദേശം മരിച്ചതായിട്ട് തന്നെ. അപ്പം ഞാൻ നേരെ ജാഥ നിർത്തി വയ്ക്കാൻ പറഞ്ഞു. തിരിച്ച് പോളയത്തോട് പാർട്ടി ഓഫീസിൽ വന്നു. അപ്പോൾ നമ്മുടെ തങ്കപ്പ സാറ് അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു, വളരെ റെസ്പെക്ട്. അദ്ദേഹം പറഞ്ഞു ടീച്ചർ NSൻ്റെ വൈഫിനെ അവിടെ കൊണ്ടുപോകണം. അപ്പോൾ എന്നോട് കാര്യം പറഞ്ഞു. അപ്പോഴും ഞാൻ വിശ്വസിക്കാൻ കൂട്ടാക്കണില്ല, ശശി മരിച്ചു, ഡ്രൈവർ മരിച്ചു. അപ്പോൾ ടീച്ചറും ഞാനും ഒരു കാറിലാണ് വരുന്നത്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ചോദിക്കുകയാണ്, ജോണെ എന്താ കറുത്ത കൊടി കൊളുത്തിയിട്ടുള്ളത്? ഞാൻ ശശി മരിച്ചുകൊണ്ടാണ്. ചാത്തുന്നവരൊക്കെ ആയപ്പോഴും ടീച്ചർക്ക് കാര്യം മനസ്സിലായി. ശശി മരിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും കൊടി കുത്തു, ശശി മരിച്ചുകൊണ്ട് എല്ലായിടത്തും കൊടി കുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഒന്നും പറയാനില്ല. ഞാൻ തിരുവനന്തപുരം വരെ പിടിച്ചു തന്നു. പിന്നീട് ഞാൻ ആകെ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ടീച്ചറിനെ കൊണ്ടുപോകുന്നത് ഞാനാണ്. അല്ല, അതൊരു സംഭവമാണെങ്കിലും CPMൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ്. അത് കഴിഞ്ഞ് NSൻ്റെ മൃതദേഹം അടക്കുന്നത് വലിയ ചുടുകാട്ടിലാണ്. അന്ന് നടത്തിയ പ്രസംഗത്തിൽ ഒരുപക്ഷെ പൊതുവേദിയിൽ VS എപ്പോഴെങ്കിലും കണ്ടമിടറിയിട്ടുണ്ടെങ്കിൽ അതേ ഉള്ളൂ എൻ്റെ അറിവിൽ. കാരണം അവരും ഈ ഒരേപോലെ ഇരട്ടക്കുട്ടികളെ പോലെയായിരുന്നു. NS ഒരു കാര്യം പറഞ്ഞാൽ EMS ആയാലും VS ആയാലും ഇനി MVR ആയാലും നായനായരായാലും അത് നോ പറയില്ല, അങ്ങനെ പറയൂ. അത് ആലോചിച്ച് മനനം ചെയ്തിട്ടേ പറയുള്ളൂ. പിന്നെ വലിയ ഒച്ചയിൽ പറയുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുക ഒന്നുമില്ല. താങ്കൾ അറിയുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. താങ്കളുടെ കുടുംബം മകൾ? എനിക്ക് 2 പെൺകുട്ടികളാണ്. അല്ല, ഒരാളിപ്പോൾ അമേരിക്കയിൽ എക്കണോമിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ്. അവൾ എക്കണോമിക്സിൽ ഇവിടെ നമ്മുടെ കോട്ടണിലൊക്കെ പഠിച്ചത്, പിന്നെ ഡൽഹിയിൽ ഓണേഴ്സ് എടുത്തു, പിന്നെ ഇവിടെ നിന്ന് സസക്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു 4 വർഷത്തോളം പഠിപ്പിക്കാൻ മീൻസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഗ്രേഡിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ വാഷിങ്ടണിലെ വേൾഡ് ബാങ്കിലെ കൺസൾട്ടൻ്റായിട്ട്. ശരി. രണ്ടാമത്തവൾ അവിടെ പെർമനൻ്റ് അല്ല, അവിടുത്തെ കൺസൾട്ടൻ്റ് എന്ന് പറയാം. രണ്ടാമത്തവൾ പിന്നെ ഇവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ അതേ കോട്ടണിൽ നിന്ന് പോയി BA പൊളിറ്റിക്കൽ സയൻസൊക്കെ കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് MA പാസ്സായി. ഓസ്ട്രിയയിലുള്ള സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി CEC അവിടെ നിന്ന് PhD കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ അത് എൻ്റെ റൈറ്റിംഗ് എന്ന് പറയും. അത് ശരി. ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ CPMുമായിട്ടുള്ള സഹകരണത്തിൻ്റെ വാതിൽ, CPMലേക്കുള്ള വാതിൽ, ഈ 2 വാതിലും എന്നേക്കുമായി അടച്ചോ? CPMലേക്ക് അങ്ങനെ ഒരു വാതിലിൻ്റെ തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, സഹകരണത്തിൻ്റെ വാതിൽ അവിടെ കിടപ്പുണ്ട്. അല്ല, CPM ആണല്ലോ അതൊക്കെ തീരുമാനിക്കേണ്ടത്. കാരണം CPM എല്ലാ കാലത്തും നമ്മളെ നശിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരാൾക്കാരുടെ അടുത്ത് പോയിട്ട് അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയാനുള്ള വിവരക്കേട് എൻ്റെ സുഹൃത്തുക്കൾ കാണിച്ചു. അവരോട് സഹകരിക്കാൻ എനിക്ക് കഴിയുള്ളൂ. MVRൻ്റെ മകനടക്കം
NBRന്റെ മകനൊന്നും പാർട്ടിയിലൊന്നും ഉണ്ടായിരുന്നില്ല. താങ്കൾ ഉദ്ദേശിക്കുന്നത് നികേഷ് ആണെങ്കിൽ പാർട്ടിയിലൊന്നും ഉണ്ടായിരുന്നില്ല. നികേഷ് വാസ്തവത്തിലൂടെ KSUവിൻ്റെ ചെയർമാനായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത്. അതെ, അയാൾ നമ്മുടെ സംഘടനയിലൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. സംഘടനാ നേതാവല്ല. ഗിരീഷൊക്കെ നമ്മുടെ കൗൺസിലറായിരുന്നു. MP ഗിരീഷ് കുമാർ. എവിടെ നിന്ന്? യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ നിന്ന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ CMBക്ക് വിദ്യാർത്ഥി സംഘടന വളരെ റൂഡിമെൻ്ററി ആയിട്ട് ഇന്ന് വന്നുള്ളത്. അതിൻ്റെ ഭാരവാഹി മാത്രമല്ല, എൻ്റെ കൗൺസിലറായിരുന്നു. പക്ഷേ എൻ്റെ പോയിൻ്റ്, CPM എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടി അംഗീകരിക്കും, CPI പോലും അംഗീകരിക്കുന്നില്ല. ഈ CPM എന്ന് വിട്ടുപോയ ആൾക്കാരാ CPI എന്നുള്ള മട്ടിലാണ് അവർ നടക്കുന്നത്. CPIക്കാരും അങ്ങനെ ആയിരിക്കുന്നത്. CPI ഇപ്പോൾ ഏതാണ്ട് CPMൻ്റെ ഒരു CATU അല്ലെങ്കിൽ കർഷക സംഘം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ബഹുജന സംഘടനയായിട്ട് അങ്ങനെ അവർ പ്രവർത്തിക്കുന്നത്. അവരങ്ങനെ ധരിക്കുന്നു, അവർക്കത് മതി. അപ്പോൾ ഞാൻ എൻ്റെ ദൗത്യം ഞാൻ ചെയ്യുന്നു. ഇപ്പം ഞാൻ ദാസ് ക്യാപിറ്റൽ വളരെ വിഷമകരമായൊരു പരിഭാഷപ്പെടുത്തിയായിരുന്നല്ലോ അല്ലേ? പരിഭാഷപ്പെടുത്തിയത് EMS അച്യുതമേനോൻ മുതൽ. അല്ലല്ല, ഈ മൂലധനം താങ്കൾ പരിഭാഷപ്പെടുത്തില്ല. പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ഉണ്ട്, അതുണ്ട്. പക്ഷെ അത് ആരും വായിച്ചിട്ടില്ല. EMS ലാംഗ്വേജിൽ ഞാനതിനെ സംഗ്രഹിച്ചു. അതിൻ്റെ ഒന്നാമത്തെ വോള്യം ഇപ്പോൾ 4 പതിപ്പായി. DC ബുക്സാണ് ചെയ്തത്. 2ാം വോള്യം വായിക്കാൻ വളരെ വിഷമമാണ്. അത് 1ാം വോള്യം സംഗ്രഹിച്ച് എനിക്ക് പോലും 2ാം വോള്യം വായിക്കൽ ബുദ്ധിമുട്ടായി. വായിക്കലല്ല, വായിക്കൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 3ാം വോള്യം ചെയ്തു. അതെൻ്റെ ഒരു ദൗത്യമാണ്. ആത്മസംതൃപ്തി ആയിരിക്കാം. അല്ല, അത് നമ്മുടെ ഒരു ജോലി, എൻ്റെ ഒരു എനിക്ക് ചെയ്യാൻ കഴിയുന്നൊരു ജോലി. അപ്പം ഞാനൊരു ലെഫ്റ്റാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. അത് കിഴക്കേക്കോട്ടയിൽ MVRനെ പുറത്താക്കിയ സമയത്ത് ആദ്യത്തെ അധ്യക്ഷൻ ഞാനാണ് ഇവിടെ. അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കമ്മ്യൂണിസ്റ്റ് ആവാൻ EMSൻ്റെ അച്യുതാനന്ദൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. CPMൻ്റെ സർട്ടിഫിക്കറ്റ് ഒട്ടും വേണ്ട, ഒരു ആളുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ഇപ്പോഴും ലെഫ്റ്റാണ്. അത് 40 കൊല്ലം ഞങ്ങൾ തെളിയിച്ച്. ഞാൻ മാത്രമല്ല, എൻ്റെ ആയിരക്കണക്കിന് സഹപ്രവർത്തകർ. ഞങ്ങൾക്ക് ഇൻ്റർനാഷണലിലൊന്നും ബന്ധമുണ്ട്. ലെഫ്റ്റ് ടു ദ സെൻറ്റർ എന്നായിരിക്കും. ലെഫ്റ്റ്, ഞങ്ങളാണ് ലെഫ്റ്റ്, അല്ലെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്നതിന് ഇവിടുത്തെ ചാപ്പയൊന്നും ഞങ്ങൾക്ക് വേണ്ട. അത് ഞങ്ങൾ തെളിയിച്ചു. അതുകൊണ്ടാണ് താങ്കളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നത്, അല്ലേ? അപ്പം ഞങ്ങളെക്കാളും വലിയ കമ്മ്യൂണിസ്റ്റൊന്നും CPMനകത്തില്ല. ഇല്ല. അത് നല്ല അഹങ്കാരമാണ്. അപ്പോൾ അഹങ്കാരം നിലനിൽക്കട്ടെ. എല്ലാ ആശംസകളും.